ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് എന്ന ആർട്ടിക്കിളാണ്. ഇത് പാർട്ട് 2 വീഡിയോ ആണ്. ഈ പാഠഭാഗത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് പാർട്ട് 1 വീഡിയോ കാണുക. ലെറ്റ്സ് ബിഗിൻ. This article, Shades and Shadows, which appeared in the Times in 1994, presents a life and career of the Pulitzer Prize-winning news photographer Kevin Carter. 1994 ദ ടൈംസ് എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളാണ് ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ്. കെവിൻ കാർട്ടർ എന്ന ലോകപ്രശസ്തനായ പുലിസ്റ്റർ പ്രൈസ് നേടിയ പത്ര ഫോട്ടോഗ്രാഫറുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കരിയറിനെക്കുറിച്ചും വിവരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ്. The biggest prize in the news world made him a celebrity overnight. വാർത്താലോകത്തെ പരമോന്നത ബഹുമതിയായ പുലിസ്റ്റർ പ്രൈസിന് അർഹനായതോടുകൂടി അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് താരപദവി കൈവരിച്ചു. This write-up attempts to raise questions related to ethics, professionalism and commitment in the world of journalism in general and news photography in particular. ഈ ഒരു ആർട്ടിക്കിൾ പത്രപ്രവർത്തന ലോകത്തെ പൊതുവെയും പ്രത്യേകിച്ച് വാർത്താ ഫോട്ടോഗ്രാഫിയിലെ എത്തിക്സ്, ധാർമ്മികത, പ്രൊഫഷണലിസം എന്നിവയുമായി ബന്ധപ്പെട്ട പലവിധ ചോദ്യങ്ങൾ ഉയർത്തിക്കാണിക്കാനുള്ള ശ്രമം കൂടിയാണ്. പത്രങ്ങളിലും ടി വിയിലും ഫോട്ടോയും വീഡിയോയും ഒക്കെയായി പലരും അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, ദൈന്യതയും കലാപവും പട്ടിണിയും ക്രൂരതയും പകർത്തുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ക്യാമറ ഉപേക്ഷിച്ച് ഇവരെ രക്ഷപ്പെടുത്താൻ എന്തുകൊണ്ട് ഒരു ശ്രമം നടത്തിക്കൂടാ. ഈ ഒരു തോന്നൽ കാഴ്ചക്കാരൻ്റേത് മാത്രമല്ല, ഫോട്ടോഗ്രാഫറുടേത് കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം കെവിൻ കാർട്ടറെ നിരന്തരമായി വേട്ടയാടിയതും അദ്ദേഹത്തിൻ്റെ മനസ്സ് കുരിശിൽ കിടന്നു പിടഞ്ഞതും. ഈ ഒരു കാരണം കൊണ്ടാണ് കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്യാൻ ഇടയായതും. ന്യൂസ് ഫോട്ടോഗ്രാഫേഴ്സ് ആർ ഹിസ്റ്റോറിയൻസ് ഓഫ് ദ പ്രസൻറ്റ്. ന്യൂസ് ഫോട്ടോഗ്രാഫർമാർ ഇന്നത്തെ ചരിത്രകാരന്മാരാണ്. ദേ ടേക്ക് ഗ്രേറ്റ് പെയിൻസ് ഇൻ ഡോക്യുമെൻറ്റിംഗ് വേരിയസ് ഇഷ്യൂസ് ഓഫ് ദ മോഡേൺ വേൾഡ്. ആധുനിക കാലത്തെ പല സംഭവങ്ങളും, യുദ്ധം, പകർച്ചവ്യാധികൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ എല്ലാം തന്നെ ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ അവർ വളരെയധികം പരിശ്രമിക്കുന്നു. ഇൻ ദെയർ സെർച്ച് ഫോർ ഫോട്ടോഗ്രാഫ്സ് ദേ നെവർ ബോദർ എബൌട്ട് ദെയർ ഓൺ സേഫ്റ്റി. അവരുടെ സുരക്ഷയെക്കുറിച്ച് പോലും ഓർമ്മിക്കാതെയാണ് അവർ ചിത്രങ്ങൾ എടുക്കുന്നത്. You are going to read about the turbulent life of the Pulitzer Prize winning photographer Kevin Carter. പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഫോട്ടോഗ്രാഫർ കെവിൻ കാർട്ടറുടെ പ്രക്ഷുബ്ധമായ ജീവിതത്തെക്കുറിച്ചാണ് നിങ്ങൾ വായിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കേൾക്കുമ്പോൾ പുസ്തകമുണ്ടെങ്കിൽ അതിൽ നോക്കുക. Kevin Carter grew up in an apartheid South Africa and whilst his parents accepted apartheid, he couldn't. വർണ്ണവിവേചനത്തിന് പേര് കേട്ട ദക്ഷിണാഫ്രിക്കയിലാണ് കെവിൻ കാർട്ടറിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വർണ്ണവിവേചനം അംഗീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. വർണ്ണവിവേചനത്തെയാണ് അപ്പാർട്ടൈഡ് എന്ന് പറയുന്നത്. We were in races at home, but I do now question how my parents' generation could have been so lackadaisical about fighting the obvious sin of apartheid. ഞങ്ങളുടെ വീട്ടിലുള്ള ആരും തന്നെ വംശീയ വിദ്വേഷം പുലർത്തുന്നവരായിരുന്നില്ല. വർണ്ണവിവേചനം എന്ന പാപത്തിനെതിരെ പോരാടുന്നതിൽ എൻ്റെ മാതാപിതാക്കളുടെ തലമുറയ്ക്ക് എങ്ങനെ ഇത്ര നിസ്സംഗത പുലർത്താൻ കഴിഞ്ഞു. After leaving school, he was conscripted into the South African Defence Force, where he was forced to aid the regime he hated. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കെവിൻ കാർട്ടർ ദക്ഷിണ ആഫ്രിക്കൻ ഡിഫൻസ് ഫോഴ്സിലേക്ക് നിർബന്ധിത സേവനം ചെയ്യേണ്ടതായി വന്നു. നിർബന്ധിത നിയമനത്തിനെയാണ് കോൺസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ചില രാജ്യങ്ങളിൽ ഇതുപോലെ നിർബന്ധിത സൈനിക സേവനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കെവിൻ കാർട്ടർ വളരെയധികം വെറുക്കുന്ന ജോലിയായിരുന്നു അത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം അവിടുത്തെ ഭരണകൂടത്തെ വളരെയധികം വെറുത്തിരുന്നു. On one occasion, he was beaten up for defending a black waiter who was being insulted. സൈന്യത്തിൽ നിർബന്ധിത സേവനം ചെയ്യുന്ന വേളയിൽ മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ട കറുത്ത വർഗ്ഗക്കാരനായ വെയിറ്ററെ സംരക്ഷിച്ചതിന് കെവിൻ കാർട്ടർ മർദ്ദനത്തിനും വിധേയനായിട്ടുണ്ട്. In 1983, while on guard duty, a car came to a halt outside the Air Force headquarters. 1983 കെവിൻ കാർട്ടർ ഗാർഡ് ഡ്യൂട്ടിയിലായിരിക്കെ എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പുറത്ത് ഒരു കാർ വന്നു നിന്നു. 2 men leapt out. 2 ആളുകൾ കാറിന് പുറത്തേക്ക് ചാടിയിറങ്ങി. Seconds later, Carter was hurled off his feet by a bomb explosion. കുറച്ചു നിമിഷങ്ങൾക്കു ശേഷം ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും കെവിൻ കാർട്ടറുടെ കാലിന് പരിക്കു പറ്റുകയും ചെയ്തു.
ദിസ് ഇവന്റ് കമ്പൽ കാർട്ടർ ടു ഡോക്യുമെന്റ് ദ പ്രോബ്ലംസ് ഓഫ് ഹിസ് ഹോം. ഈ ഒരു സംഭവം മൂലം തൻ്റെ രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളും അനീതിയും എന്തുകൊണ്ട് തനിക്ക് ക്യാമറയിലാക്കിക്കൂടാ എന്ന ചിന്ത കെവിനെ പ്രേരിപ്പിച്ചു. He initially took up a job in a camera supply shop before convincing the Johannesburg Sunday Express to take him on as a weekend sports photographer. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം കെവിൻ കാർട്ടറിന് ലഭിച്ച ജോലി ക്യാമറയും അനുബന്ധ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്ന ഒരു ഷോപ്പിലാണ്. അതിനുശേഷം ജോഹന്നാസ്ബർഗിലെ സൺഡേ എക്സ്പ്രസിനു വേണ്ടി സ്പോർട്സ് ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടായിരുന്നു ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ തുടക്കം. By 1984, he was able to move to the Johannesburg Star, South Africa's biggest daily newspaper. 1984 ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയ ന്യൂസ് പേപ്പറായ ജോഹന്നാസ്ബർഗ് സ്റ്റാറിലേക്ക് മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. He would later become the chief photographer for the Sunday Tribune. പിന്നീട് അദ്ദേഹം സൺഡേ ട്രിബ്യൂണിൻ്റെ ചീഫ് ഫോട്ടോഗ്രാഫറായി. കാർട്ടർ കോൺസ്റ്റന്റ്ലി put himself in the firing line to expose facts and was arrested on numerous occasions. ഓരോ സംഭവങ്ങളുടെയും സത്യാവസ്ഥ പുറം ലോകത്തെത്തിക്കാൻ കെവിൻ കാർട്ടറിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ നിരവധി അവസരങ്ങളിൽ അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. Carter was the first person to photograph a public execution by a style called necklacing, whereby a tire is placed around the neck of the victim, filled with gasoline and set alight. കറുത്ത വർഗ്ഗക്കാരെ പെട്രോളിൽ മുക്കിയ ടയർ കഴുത്തിലിട്ട് തീ കൊളുത്തുന്ന നെക്ലേസിംഗ് എന്ന കൊടും ക്രൂരത ലോകത്തിനു മുന്നിലെത്തിച്ചത് കെവിൻ കാർട്ടറാണ്. ഹി ലേറ്റർ കമൻഡർ പിന്നീട് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഐ വാസ് അപ്പേൾഡ് അറ്റ് വാട്ട് ദേ വെയർ ഡൂയിങ്. ഐ വാസ് അപ്പേൾഡ് അറ്റ് വാട്ട് ഐ വാസ് ഡൂയിങ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാനും ഞെട്ടിപ്പോയി. അതായത് ജീവനുള്ള ഒരു മനുഷ്യനെ പെട്രോളിൽ മുക്കിയ ടയർ കഴുത്തിലിട്ട് തീ കൊളുത്തുന്ന പ്രവൃത്തി കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. അത് ക്യാമറയിൽ പകർത്തിയ അദ്ദേഹത്തിനെ ഓർത്ത് അദ്ദേഹവും ഞെട്ടിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാളെ ജീവനോടെ പെട്രോളിൽ മുക്കിയ ടയർ കഴുത്തിലിട്ട് തീ കൊളുത്തി കൊലപ്പെടുത്തുക, ആ രംഗം ക്യാമറയിൽ പകർത്തുക. ഇതെല്ലാം കണ്ടു നിൽക്കാനും ക്യാമറയിൽ പകർത്താനുമെല്ലാം നല്ല മനക്കരുത്ത് തന്നെ വേണം. But then people started talking about those pictures. They created quite a stir. ആളുകൾ ആ ചിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആ ചിത്രങ്ങൾ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. And then I felt that maybe my actions hadn't been at all bad. അപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ എൻ്റെ പ്രവൃത്തികൾ ഒട്ടും മോശമായിരുന്നില്ല എന്ന്. Being a witness to something horrible wasn't necessarily such a bad thing to do. ഭയാനകമായ ഒരു കാര്യത്തിന് സാക്ഷിയാകുന്നത് അത്ര മോശമായ കാര്യമായിരിക്കണമെന്നില്ല. By 1990, Kevin had become the chief photographer for the Anti-Apartheid Weekly Mail. 1990 വർണ്ണവിവേചനത്തിന് എതിരായി പ്രവർത്തിക്കുന്ന വീക്ക്ലി മെയിലിൻ്റെ മുഖ്യ ഫോട്ടോഗ്രാഫറായി കെവിൻ കാർട്ടർ മാറി. കാർട്ടർ ടീം അപ്പ് വിത്ത് ഫ്രണ്ട്സ് കെൻ ഓസ്റ്റർബ്രൂക്ക്, ഗ്രെഗ് മറിനോവിച്ച് ആൻഡ് ജോവ സിൽവ. കെൻ ഓസ്റ്റർബ്രൂക്ക്, ഗ്രെഗ് മറിനോവിച്ച്, ജോവ സിൽവ എന്നിവരുമായി ചേർന്ന് കെവിൻ കാർട്ടർ യോജിച്ചു പ്രവർത്തിച്ചു. These four did whatever it took to capture violence and were dubbed the Bang Bang Club. ഈ 4 പേരും ദക്ഷിണാഫ്രിക്കയിലെ വംശീയ അതിക്രമങ്ങൾക്കെതിരെ ക്യാമറ കൊണ്ട് പ്രതിഷേധിക്കുന്നവരായിരുന്നു. ബാങ് ബാങ് ക്ലബ്ബ് എന്ന പേരിലാണ് 4 സംഘം അറിയപ്പെട്ടിരുന്നത്. The atrocities they saw were a heavy burden on them all. Kevin was the most outwardly affected, and that meant that life as his friend could be demanding, said Marinovich. യുദ്ധഭൂമിയിൽ നിന്നും കലാപബാധിത പ്രദേശങ്ങളിൽ നിന്നുമുള്ള കാഴ്ചകൾ എല്ലാം തന്നെ ഈ സംഘത്തെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും കെവിൻ കാർട്ടറുടെ ഉറക്കം കെടുത്തിയിരുന്നുവെന്നതാണ് സത്യം. He seemed to have no borders, no emotional boundaries. Everything that happened to him would penetrate his very being and let all that was inside him just pour out. അദ്ദേഹത്തിന് വൈകാരിക അതിരുകൾ ഇല്ലെന്ന് തോന്നി. അദ്ദേഹം കണ്ടിട്ടുള്ള ദുരിത കാഴ്ചകൾ എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് തുളച്ചു കയറുകയും അതായിരിക്കാം വിഷാദത്തിൻ്റെ ഒറ്റപ്പെടലിലേക്ക് കെവിൻ വീണുപോകാൻ ഇടയായതുമെന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഗ്രെഗ് മറിനോവിച്ച് പറഞ്ഞു. One of Marinovich's pictures earned him a Pulitzer Prize and great acclaim. The prize upped the stakes for the rest of the club, especially Carter.
ഗ്രെഗ് മറിനോവിച്ച് പുലിസ്റ്റർ പുരസ്കാരം നേടിയതോടെ ക്ലബിന്റെ പ്രശസ്തി ഉയർന്നു, പ്രത്യേകിച്ച് കെവിൻ കാർട്ടറുടെ. വൈകാതെ കെവിൻ കാർട്ടറും പുലിസ്റ്റർ പ്രൈസ് നേടി. In March 1993, Carter and Silva made a trip to Sudan. They followed a plane carrying food into a settlement. ആഭ്യന്തര യുദ്ധം മൂലം ജനം നരകയാതന അനുഭവിച്ചിരുന്ന സുഡാനിലേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള UN പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ലൈഫ് ലൈൻ സുഡാൻ. സുഡാനിലെ അവസ്ഥ ലോകത്തിനു മുൻപിൽ എത്തിക്കുന്നതിന് ഫോട്ടോ ജേർണലിസ്റ്റുകളെയും ക്ഷണിച്ചിരുന്നു. 1993 മാർച്ചിൽ കെവിൻ കാർട്ടറും ജോവ സിൽവയും ഈ പദ്ധതിയുടെ ഭാഗമായി സുഡാനിലേക്ക് വിമാനം കയറി. ഓൺ ലാൻഡിംഗ് ബോത്ത് കുഡിൻ ബിലീവ് ദെയർ ഐസ്. വിമാനമിറങ്ങിയപ്പോൾ ഇരുവരും കണ്ട കാഴ്ച ഭീകരമായിരുന്നു. ഇരുവർക്കും തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. Starving children and adults surrounded the plane, desperate for the quickly diminishing food supplies. Many were too weak even to walk. വിമാനം പറന്നിറങ്ങിയ ഉടനെ പട്ടിണിക്കോലങ്ങളായ കുട്ടികളും മുതിർന്നവരും ഭക്ഷണത്തിനായി വിമാനത്തെ വളഞ്ഞു. Many were too weak even to walk. പലർക്കും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. As Carter started photographing, he saw a young girl struggling to reach the feeding center. കാർട്ടർ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോൾ കൊടും വെയിലത്ത് തല കുമ്പിട്ട് കൂനിക്കൂടി നിലത്തിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത കുട്ടി ഭക്ഷണ വിതരണ കേന്ദ്രത്തിലേക്ക് നിരങ്ങി നീങ്ങുകയായിരുന്നു. As he got closer, a vulture landed near her. കെവിൻ കാർട്ടർ കുട്ടിയുടെ അടുത്തേക്ക് നടന്നതും ഏറെ അകലെയല്ലാതെ ഒരു കഴുകൻ പറന്നിറങ്ങി. കാർട്ടർ വെയിറ്റഡ്, ഹോപ്പിംഗ് ദ ബേർഡ് വുഡ് സ്പ്രെഡ് ഇറ്റ്സ് വിങ്സ്. ബട്ട് വെൻ ഇറ്റ് ഡിഡിൻറ്റ്, ഹി സ്നാപ്ഡ് ദ ഇമേജ് ബിഫോർ ചേസിംഗ് ഇറ്റ് എവേ. കഴുകൻ ചിറകു വിരിക്കുന്ന ഫോട്ടോയ്ക്കായി കെവിൻ കാർട്ടർ കാത്തിരുന്നെങ്കിലും അതുണ്ടായില്ല. A few days later, Marinovich received a call from the New York Times. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരിനോവിച്ചിന് ന്യൂയോർക്ക് ടൈംസിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു. They were planning to run a story on Sudan, but were finding it difficult to find suitable images and wondered if he had any. ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രം സുഡാന്റെ അവസ്ഥയെപ്പറ്റി ഒരു ന്യൂസ് സ്റ്റോറി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന് അനുയോജ്യമായ എന്തെങ്കിലും ചിത്രങ്ങൾ മരിനോവിച്ചിന്റെ പക്കലുണ്ടോ എന്ന് അന്വേഷിച്ചായിരുന്നു ആ ഫോൺ കോൾ. മരിനോവിച്ച് told them Carter had the perfect image. കെവിൻ കാർട്ടറുടെ കൈവശം ന്യൂസ് സ്റ്റോറിക്ക് അനുയോജ്യമായ ചിത്രം ലഭ്യമാണെന്ന് മരിനോവിച്ച് മറുപടി നൽകി. The picture created so much attention that people were asking the Times what had happened to the girl. സുഡാൻ യാത്രയിൽ താൻ പകർത്തിയ കഴുകന്റെയും പെൺകുട്ടിയുടെയും ചിത്രമാണ് കെവിൻ കാർട്ടർ ന്യൂയോർക്ക് ടൈംസിന് പ്രസിദ്ധീകരിക്കാനായി കൊടുത്തത്. ചിത്രം പത്രത്തിൽ അച്ചടിച്ചു വന്നതോടുകൂടി പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആളുകൾ ന്യൂയോർക്ക് ടൈംസിനോട് വിളിച്ചു ചോദിക്കുന്ന തരത്തിൽ ചിത്രം പ്രശസ്തി നേടി. ഹാഡ് ഷീ സർവൈവ്? ആ പെൺകുട്ടി അതിജീവിച്ചിരുന്നോ? കാർട്ടർ കുഡിൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ കൺവിൻസിംഗ്ലി. കെവിൻ കാർട്ടറിന് ഇതിനുള്ള ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ദ ഗേൾ വാസ് ഓൺലി എ ഷോർട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ ഫീഡിംഗ് സെന്റർ ആൻഡ് ഹി ഹാഡ് ഫ്രൈറ്റൻഡ് ദ വോൾച്ചർ എവേ. ഹി കുഡിൻ സേ ഫോർ സർട്ടൻ. പെൺകുട്ടി ഭക്ഷണ വിതരണ കേന്ദ്രത്തിന്റെ അടുത്തു തന്നെയായിരുന്നെന്നും കുട്ടിക്ക് ഭക്ഷണ വിതരണ ക്യാമ്പിലെത്താനുള്ള ആരോഗ്യമുണ്ടായിരുന്നെന്നും കെവിൻ കാർട്ടർ കഴുകനെ ആട്ടി ഓടിച്ചെന്നും കുട്ടി അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായും പിന്നീട് കുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് പക്ഷേ വ്യക്തതയില്ല. Regardless, Carter was deemed a success. His confidence was sky high. എന്തായാലും ഈ ഒരൊറ്റ ചിത്രം കാർട്ടറുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വാനോളം ഉയരുകയും ചെയ്തു. He started to believe that he could make it as a photographer and left the Weekly Mail to freelance for Reuters. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം സ്വയം വിശ്വസിക്കാൻ തുടങ്ങി. വീക്ക്ലി മെയിലിലെ ജോലി രാജിവെച്ച് അദ്ദേഹം വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിൽ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി ചേർന്നു. However, it wasn't long before Carter's position at Reuters was in jeopardy. എന്നിരുന്നാലും റോയിറ്റേഴ്സിലെ കാർട്ടറിന്റെ സ്ഥാനം അപകടത്തിലാകുന്നതിന് അധിക നാൾ വേണ്ടി വന്നില്ല. Though he could provide images of outstanding quality, he was equally prone to delivering nothing. മികച്ച നിലവാരമുള്ള ചിത്രങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിലും ചിലപ്പോഴൊക്കെ ഒരു ചിത്രം പോലും നൽകാതിരുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്.
When covering a speech Nelson Mandela was making, Carter arrived late and uninterested. നെൽസൺ മണ്ടേലയുടെ ഒരു പ്രസംഗത്തിന്റെ ചിത്രമെടുക്കാൻ കാർട്ടർ താല്പര്യമില്ലാതെയും വൈകിയുമാണ് എത്തിച്ചേർന്നത്. ഹി ഗോട്ട് ബോർഡ് ആൻഡ് ഡിസൈഡഡ് ടു ലീവ്. കെവിൻ കാർട്ടർ നെൽസൺ മണ്ടേലയുടെ പ്രസംഗം അടുത്ത് ഇറങ്ങിപ്പോവുകയും ചെയ്തു. റോയിറ്റേഴ്സ് ഡിസൈഡഡ് ടു ടെർമിനേറ്റ് ഹിസ് കോൺട്രാക്ട്. കെവിൻ കാർട്ടറുടെ ജോലിയുടെ കരാർ അവസാനിപ്പിക്കാൻ റോയിറ്റേഴ്സ് തീരുമാനിച്ചു. While this was happening in South Africa, the New York Times was putting Carter's image forward for the Pulitzer Prize. കെവിൻ കാർട്ടറെ റോയിറ്റേഴ്സ് പറഞ്ഞുവിടുന്ന അതേ സമയത്താണ് ന്യൂയോർക്ക് ടൈംസ് എന്ന പത്രം സുഡാനിലെ പെൺകുട്ടി എന്ന ചിത്രം പുലിസ്റ്റർ പ്രൈസിന് അയച്ചത്. ഇറ്റ് കെയിം ആസ് നോ സർപ്രൈസ് വെൻ ഇറ്റ് വോൺ. ഈ ചിത്രത്തിന് പുലിസ്റ്റർ പ്രൈസ് കിട്ടിയതിൽ അത്ഭുതപ്പെടാനില്ലായിരുന്നു. ഫോറിൻ പിക്ചർ എഡിറ്റർ നാൻസി ബുപ്സി കോൾ കെവിൻ ടു ടെൽ ഹിം ദ ന്യൂസ്. ഫോറിൻ പിക്ചർ എഡിറ്റർ നാൻസി ബുപ്സി കെവിനെ വിളിച്ച് അദ്ദേഹം പുലിസ്റ്റർ പ്രൈസ് നേടിയ വിവരം അറിയിച്ചു. On the morning of 18th April, Carter had an interview scheduled in Johannesburg to discuss his Pulitzer Prize. ഏപ്രിൽ 18 രാവിലെ ജോഹന്നാസ്ബർഗിൽ തൻ്റെ പുലിസ്റ്റർ പുരസ്കാര നേട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ കെവിൻ കാർട്ടർക്ക് ഒരു അഭിമുഖം നിശ്ചയിച്ചിരുന്നു. The other Bang Bang photographers, Marinovich, Jova and Ken Osterbrook, had gone to Thokoza to cover an outbreak of violence. മറ്റ് ബാങ് ബാങ് ക്ലബ് അംഗങ്ങളായ മരിനോവിച്ച്, ജോവ സിൽവ, കെൻ ഓസ്റ്റർബ്രൂക്ക് എന്നിവർ ഒരു അക്രമം പൊട്ടിപ്പുറപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യാൻ തൊക്കോസയിലേക്ക് പോയിരുന്നു. ആഫ്റ്റർ ലഞ്ച്, കാർട്ടർ ടേൺ ഓൺ ദ റേഡിയോ ടു ഹിയർ ദാറ്റ് കെൻ ഓസ്റ്റർബ്രൂക്ക് ഹാഡ് ബീൻ കിൽഡ്. ഉച്ചഭക്ഷണത്തിന് ശേഷം റേഡിയോ ഓണാക്കിയ കെവിൻ കാർട്ടർ കേട്ടത് തൻ്റെ ഉറ്റ സുഹൃത്തായ കെൻ ഓസ്റ്റർബ്രൂക്ക് സംഘർഷം ക്യാമറയിൽ ചിത്രീകരിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ്. കെൻസ് ഡെത്ത് അഫക്റ്റഡ് കാർട്ടർ ബാഡ്ലി. തൻ്റെ സുഹൃത്തായ കെൻ ഓസ്റ്റർബ്രൂക്കിൻ്റെ മരണം കെവിൻ കാർട്ടറെ വല്ലാതെ ഉലച്ചിരുന്നു. ഹി ഹാഡ് ലവ്ഡ് ഹിം ലൈക്ക് എ ബ്രദർ ആൻഡ് ഓഫൺ സെഡ് ഹൗ മച്ച് ദേ ലുക്ക് അലൈക്ക്. കെവിൻ അദ്ദേഹത്തെ സ്വന്തം സഹോദരനെ പോലെയാണ് സ്നേഹിച്ചിരുന്നത്. അദ്ദേഹവും കെവിൻ കാർട്ടറും രൂപസാദൃശ്യം കൊണ്ട് ഒരുപോലെയാണെന്ന് പലപ്പോഴും കെവിൻ പറയാറുമുണ്ട്. ഹി ഫെൽറ്റ് ദാറ്റ് കെൻ വാസ് ദ ഗുഡ് സക്സസ്ഫുൾ ട്വിൻ വൈൽസ് ഹി വാസ് ആൻ ഇൻഫീരിയർ കോപ്പി. ഒരു ഇരട്ട സഹോദരനെ പോലെയാണ് അദ്ദേഹം കെൻ ഓസ്റ്റർബ്രൂക്കിനെ കണ്ടിരുന്നത്. ഹി ലേറ്റർ ടോൾഡ് ഫ്രണ്ട്സ് ഹി ഷുഡ് ഹാവ് ടേക്കൻ ദ ബുള്ളറ്റ്, നോട്ട് കെൻ. കെൻ ഓസ്റ്റർബ്രൂക്കിൻ്റെ മരണത്തിനിടയാക്കിയ വെടിയുണ്ട സത്യത്തിൽ കെവിൻ കാർട്ടറായിരുന്നു ഏറ്റെടുക്കേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം പിന്നീട് സുഹൃത്തുക്കളോട് പറഞ്ഞു. Despite his misery, Carter had another opportunity to turn his life around as he jetted off to New York to collect his Pulitzer Prize. കടുത്ത വിഷാദവും ദുരിതങ്ങൾക്കിടയിലും പുലിസ്റ്റർ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ന്യൂയോർക്കിലേക്ക് പോകുമ്പോൾ കെവിൻ കാർട്ടറിന് തൻ്റെ ജീവിതം വഴിതിരിച്ചുവിടാൻ മറ്റൊരു അവസരം ലഭിച്ചു. ഓൺ അറൈവിംഗ് ഹി വാസ് ഇൻറ്ററോഗേറ്റഡ് ഓൺ ക്വസ്റ്റ്യൻസ് ഹി കുഡ് നോട്ട് ആൻസർ അബൌട്ട് ദ പിക്ചർ. പുലിസ്റ്റർ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയ കെവിൻ കാർട്ടർ ഒട്ടനവധി ചോദ്യശരങ്ങളാണ് സുഡാനിലെ പെൺകുട്ടി എന്ന ചിത്രത്തെക്കുറിച്ച് നേരിടേണ്ടി വന്നത്. ഡിഡ് ദ ഗേൾ മേക്ക് ഇറ്റ്? വൈ ഡിഡ് ഹി നോട്ട് ഹെൽപ്പ് ഹർ? ഫോട്ടോ എടുക്കുന്നതിനു പകരം നിങ്ങൾ എന്തുകൊണ്ട് കഴുകനിൽ നിന്ന് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല? ഈ പെൺകുട്ടി അതിജീവിച്ചോ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു ആളുകൾക്ക് അറിയേണ്ടിയിരുന്നത്. The vulture image seemed to be as much a curse as it was a prize. സുഡാനിലെ പെൺകുട്ടിയും കഴുകനും എന്ന ചിത്രം സമ്മാനം പോലെ തന്നെ ശാപമായി തോന്നി. ഇൻ ആൻ ഇൻ്റർവ്യൂ വിത്ത് അമേരിക്കൻ ഫോട്ടോ മാഗസിൻ, കാർട്ടർ said, "This is my most successful image after 10 years of taking pictures, but I do not want to hang it on my wall. I hate it." അമേരിക്കൻ ഫോട്ടോ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ കെവിൻ കാർട്ടർ ഇപ്രകാരം പറഞ്ഞു. ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ 10 വർഷങ്ങൾക്കിപ്പുറം താൻ പകർത്തിയ ഏറ്റവും നല്ല ചിത്രമാണ് സുഡാനിലെ പെൺകുട്ടി. പക്ഷേ ഇത് എൻ്റെ ചുമരിൽ തൂക്കിയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇത് വെറുക്കുന്നു. Despite this, he was extremely popular and made the contacts he would need to finally make it. ഇതൊക്കെയാണെങ്കിലും അദ്ദേഹം അങ്ങേയറ്റം ജനപ്രീതി ആർജിക്കുകയും അദ്ദേഹത്തിൻ്റെ കരിയറിന് ഗുണകരമാവുകയും ചെയ്തു. ഷെയ്ഡ്സ് ആൻഡ് ഷാഡോസ് എന്ന ആർട്ടിക്കിളിൻ്റെ മലയാള വിവർത്തനം ഇവിടെ അവസാനിക്കുന്നു. ഐ എം വൈൻഡിങ് അപ്പ്. താങ്ക് യു.